പണ്ടൊക്കെ ഒരു സിനിമ തന്നെ 3 തവണ തിയേറ്ററിൽ പോയി കണ്ടൊരു ടൈം ഉണ്ടായിരുന്നു. പിന്നെ പ്രായം കൂടിയപ്പോൾ സിനിമ കാണുന്നതേ കുറഞ്ഞു. തിയേറ്ററിൽ പോക്ക് വല്ലപ്പോഴുമായി. എല്ലാത്തിനുമുപരി കണ്ടൊരു സംഗതി തന്നെ വീണ്ടും കാണുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്തതായി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുൻപ് കണ്ട ഏതെങ്കിലും ഒരു പടം അല്ലെങ്കിൽ പടത്തിലെ ഒരു രംഗം വല്ലപ്പോഴുമൊക്കെ യൂട്യൂബിൽ നിന്നെടുത്ത് ഞാൻ കാണുന്നുണ്ടെങ്കിൽ അത് ഈ പടത്തിന്റെ ക്ലൈമാക്സ് ആയിരിക്കും. എത്ര വട്ടം കണ്ടാലും ഒരുതരം ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും ഒക്കെ തരുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ ചിത്രത്തിന്റേത്. മമ്മൂട്ടിയുടെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അപ്രതീക്ഷിതമായി ബാലന്റെ പേര് ആ സൂപ്പർ സ്റ്റാറിന്റെ നാവിൽ നിന്ന് വീഴുമ്പോൾ അവിടെ തുടങ്ങുന്നു ആദ്യത്തെ ഹാപ്പിനെസ്. ഇനി ഇതും കഴിഞ്ഞ് പ്രസംഗം മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ബാലൻ വീട്ടിലേക്ക് മടങ്ങുന്നു. ഒപ്പം പിന്നാലെ തന്നെ ഭാര്യയും മക്കളും ചെല്ലുന്നു. എന്റെ അത്രയും നാൾ തന്നെ കുറ്റപ്പെടുത്തിയ മക്കളുടെ സത്യം തിരിച്ചറിഞ്ഞതിനു ശേഷമുള്ള സംഭാഷണങ്ങൾ. ആ സംഭാഷണത്തിന് സാരമില്ല പോട്ടെ എന്ന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാലൻ എന്തോ കണ്ട് ഞെട്ടി സ്റ്റെക്കാവുന്നു. ശേഷം അവരുടെ വീടിനകത്തേക്ക് കയറി വന്ന സൂപ്പർ സ്റ്റാറിനെ കാണിക്കുന്നു. ഇങ്ങനെ ഒരു അവിശ്വസനീയമായ സംഗതി കണ്ട ബാലന്റെ ഭാര്യയുടെയും മക്കളുടെയും എക്സ്പ്രഷൻ, ശേഷം വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടിയ ബാലനും കൂട്ടുകാരനും തമ്മിലുള്ള ആ ഒരു വൈകാരികമായ സംഭാഷണം, അതിനിടയിൽ വരുന്ന ആ ക്ലാസിക് മീം ഡയലോഗ്. ബൈ ദ വേ, ആ ഡയലോഗ് യഥാർത്ഥത്തിൽ എന്റെ അടുത്തോ ബാല എന്നാണ്, പക്ഷെ മീമുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നോടോ ബാല എന്ന ഡയലോഗാണ്. അങ്ങനെ ഒടുക്കം തന്റെ കൂട്ടുകാരന് നല്ലൊരു ലൈഫ് പ്രോമിസ് ചെയ്തുകൊണ്ട് സൂപ്പർ സ്റ്റാർ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്രയും കാലം തന്നെ കളിയാക്കിയ നാട്ടുകാർ മൊത്തം ബാലന്റെ വീടിന് മുന്നിൽ നിന്ന് ആർപ്പ് വിളിക്കുന്നു. എന്റെ ഏറ്റവും ഒടുക്കം നായികയുടെ വക ഒരു ഫിനിഷിംഗ് ടച്ചും. സോ ആകെ മൊത്തം പറഞ്ഞ എത്ര തവണ വേണമെങ്കിലും ഒരു മടുപ്പുമില്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയുന്ന വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് ക്ലൈമാക്സ് എവർ ഇൻ മോളിവുഡ്.